ഞാനിപ്പോൾ ആലോചിക്കുന്ന സത്യത്തിൽ ഒരു അക്കാദമിക് വ്യവഹാരം എന്നതിൻ്റെ അപ്പുറം തത്വചിന്തയെ എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ്. ഈ ചിന്ത എന്നിലേക്ക് വരുന്നത് ഈയിടെയായി ടോഡ്മേയുടെ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെയാണ്. അയാൾ തത്വചിന്തയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രധാനമായി ടോഡ്മേ പറയുന്നൊരു പ്രശ്നമുണ്ട്. തത്വചിന്ത പ്രധാനമായി നമ്മുടെ മുന്നിലേക്ക് തരുന്നത് ഹൗ വൺ മൈറ്റ് ലിവ് എന്ന ചോദ്യമാണ് എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നുണ്ട്, പല്ല് തേക്കുന്നു, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ സമയം നമ്മൾ വിചാരിക്കും നമ്മുടെ മുന്നിൽ അനന്തമായ സാധ്യതകളാണ് ഉള്ളത് എന്ന്. ഓരോ സമയത്തും ഓരോ ക്രോസ് റോഡ്സിലും നമ്മൾ വിചാരിക്കും മറ്റൊരു ജീവിതം സാധ്യമാണ്, മറ്റൊരു ഫ്യൂച്ചർ സാധ്യമാണ്, മറ്റൊരു തെരഞ്ഞെടുപ്പ് സാധ്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കരുതുമെങ്കിലും നമ്മളിൽ പലരും അനിവാര്യമായും ചില ജീവിതങ്ങളിലേക്കും ചില പാറ്റേണുകളിലേക്കും മാത്രമായി അടക്കപ്പെടുന്നു. ഈ ഒരു അർത്ഥത്തിലാണ് തത്വചിന്ത നമ്മളോട് നമുക്ക് തുറന്നു തരുന്ന ഒരു സാധ്യത എന്ന രീതിയിൽ ഹൗ വൺ മൈറ്റ് ലിവ്, ഒരാൾക്ക് ഏതൊക്കെ ജീവിതങ്ങൾ സാധ്യമാണ് എന്ന അന്വേഷണത്തിലേക്ക് തത്വചിന്ത വഴി തുറക്കുന്നത്. ഒരുപക്ഷെ ആൻഷ്യൻ ഫിലോസഫേഴ്സൊക്കെ, പ്രധാനമായും ഓരോ ആൻഷ്യൻ ഫിലോസഫേഴ്സിനും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ പ്രധാനമായി ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹൗ വൺ ഷുഡ് ലിവ് എന്നുള്ളതാണ്. അവിടെ പ്രധാനമായി ഉന്നയിക്കുന്ന ചോദ്യം ഒരാൾ എങ്ങനെ ജീവിക്കണം എന്ന ചില കുറിപ്പടികളും പ്രിസ്ക്രിപ്ഷൻസുമാണ്. പക്ഷേ ഈ ആൻഷ്യൻ തോട്ട്സിലൊക്കെ അതിനെ ഒരുപക്ഷെ മനോഹരമാക്കുന്നത് എന്ന് പറയാവുന്നത് എങ്ങനെയാണ് മനുഷ്യൻ ഒരു കോസ്മോളജിക്കൽ ഓർഡറിൽ മനുഷ്യൻ എങ്ങനെയാണ് ബന്ധിതനായിരിക്കുന്നത് എന്നതാണ്. ഈ അന്വേഷണങ്ങൾ എന്നെ പല പുസ്തകങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഞാൻ പറഞ്ഞ ഈ ആൻഷ്യൻ തോട്ട്സിൽ നമ്മൾ പറയുമ്പോൾ ഇനി സോക്രട്ടീസ് ആവട്ടെ, സോക്രട്ടീസൊക്കെയാണ് പ്രധാനമായി ഹൗ വൺ ഷുഡ് ലിവ് എന്ന ചോദ്യം ചോദിച്ചത്. അതുപോലെ അരിസ്റ്റോട്ടിലാവട്ടെ, അരിസ്റ്റോട്ടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ, അരിസ്റ്റോട്ടലിൻ്റെ നിക്കോമാക്കിയൻ എത്തിക്സ്. ഇനി അരിസ്റ്റോട്ടലിൻ്റെ നിക്കോമാക്കിയൻ എത്തിക്സ് ആയാലും അതുപോലെ സ്റ്റോയിക്കുകളായാലും എപ്പിക്യൂറിയൻസ് ആയാലും ഇവരെല്ലാം അന്വേഷിച്ചത് ഹൗ വൺ ഷുഡ് ലിവ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാനെടുത്ത് നോക്കുമ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മാർക്കസ് അറീലിയസിൻ്റെ ഒരുപക്ഷെ മെഡിറ്റേഷൻസ് എന്ന പുസ്തകം, അതേപോലെ ലുക്രീഷ്യസിൻ്റെ ദ നേച്ചർ ഓഫ് തിങ്സ്, അതേപോലെ ഒന്ന് സെനക്കയുടെ ലെറ്റേഴ്സ് ഫ്രം സെനക്ക, അതേപോലെ ഹൗ ടു ലിവ് എ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റോയിക് ഫിലോസഫി എന്ന എപ്പിക്റ്റസിൻ്റെ പുസ്തകം. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾക്ക് എടുത്ത് കാണാൻ വേണ്ടി പറ്റും പ്ലോട്ടിനസിൻ്റെ ദ നാട്സ്. ഇങ്ങനെ ഈ പുസ്തകങ്ങളെല്ലാം എങ്ങനെ ജീവിക്കണമെന്നതിനുള്ളൊരു കുറിപ്പടികളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഹൗ വൺ ഷുഡ് ലിവ് എന്നുള്ളതായിരുന്നെങ്കിൽ, അതൊക്കെ ആൻഷ്യൻ ഫിലോസഫേഴ്സ് പ്രധാനമായി ഹൗ വൺ ഷുഡ് ലിവ് എന്നതാണ് അന്വേഷിച്ചിരുന്നതെങ്കിൽ, അവിടെ നിന്ന് മാറി മോഡേൺ ഫിലോസഫിയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായി കാൻഡിലേക്കും അതേപോലെ ജെറമി ബെന്തത്തിലേക്കും ഒക്കെ എത്തുമ്പോൾ അവർ പ്രധാനമായി അന്വേഷിക്കുന്നത് ഹൗ വൺ ഷുഡ് ആക്ട് എന്നുള്ളതാണ്. ഇത് പ്രധാനമായി നമുക്ക് തോന്നും ഇത് രണ്ടും ഒരേ ചോദ്യം തന്നെയല്ലേ, ഒരാൾ എങ്ങനെ ജീവിക്കണം, ഒരാൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഒരേ ചോദ്യം തന്നെയല്ലേ നമുക്ക് തോന്നും. പക്ഷേ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് മോഡേൺ ഫിലോസഫിയിലേക്ക് വരുന്ന സമയത്ത് അത് ആ കോസ്മോളജിക്കൽ ഓർഡർ എന്ന് പറയുന്ന ഒന്നവിടെ ഇല്ല. പകരം മനുഷ്യൻ അതേപോലെ തന്നെ
ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ളവനാണ്, ദൈവത്തോട് കണക്ക് പറയാൻ ബാധ്യസ്ഥനാണ്. അതൊക്കെ ഉണ്ട്. ദ ഗുഡ് എന്ന് പറയുന്നതും ഗോഡ് എന്ന് പറയുന്നതൊക്കെ അവിടെ ഉണ്ട്. അവരോടൊക്കെ മനുഷ്യൻ കണക്ക് പറയാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. പക്ഷേ അവിടെ ഒരു കോസ്മോളജിക്കൽ ഓർഡർ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കോസ്മോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കീഴിലുണ്ടാവുന്ന ഒരുപക്ഷെ രാജാവ്, പ്രജ, അല്ലെങ്കിൽ അടിമ, ഉടമ, പുരുഷൻ, സ്ത്രീ, മനുഷ്യൻ, മൃഗം, ഇത്തരത്തിലുള്ള ഒരു കോസ്മോളജിക്കൽ ഓർഡർ ഉണ്ടാവില്ല. കുറച്ചുകൂടെ നമ്മൾ ഒരു ജനാധിപത്യ ക്രമവും അതിൽ നിന്ന് അവിടെ മനുഷ്യൻ കുറെ കൂടി ഒരു സ്വതന്ത്രനാണ് എന്ന് പറയുന്ന ഒരു തോന്നലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ദൈവമുണ്ട്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ പക്ഷെ അതിനൊരു വലിയൊരു വ്യത്യാസം ഉണ്ടായി. അത് സത്യത്തിൽ നീഷെ ദൈവത്തിൻ്റെ മരണം പ്രഘോഷിക്കുന്നതോടുകൂടിയാണ്. ദൈവം മരിച്ചതിന് ശേഷം മനുഷ്യനുള്ള സാധ്യതകൾ, ജീവിത അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് മറ്റൊന്നായി മാറി യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ മോഡേൺ ഫിലോസഫിയിൽ നമ്മൾ പറയുമ്പോൾ ആൻഷ്യൻ ഫിലോസഫിയെയും അതുപോലെ തന്നെ മോഡേൺ ഫിലോസഫിനെയും കുറിച്ച് പറയുമ്പോഴുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ആൻഷ്യൻ ഫിലോസഫിയിൽ നമ്മുടെ ഈ ധാർമ്മികത എന്ന് പറയുന്നതും മൊറാലിറ്റി എന്ന് പറയുന്നതും ജീവിതവുമായി, അവരുടെ ആക്റ്റുമായി, എവരിഡേ ലൈഫുമായി അത്രമാത്രം ഇഴചേർന്ന ഒന്നായിരുന്നു. പക്ഷേ കാൻഡിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അത് തികച്ചും എക്സ്റ്റേണലായ, ധാർമ്മികത എന്ന് പറയുന്നത് തികച്ചും എക്സ്റ്റേണലായ ഒരു പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ജീവിതം അതിൽ നിന്ന് ഭിന്നമായ ഒന്നുമായിട്ടൊക്കെയാണ് കാണുന്നത്. മറ്റൊരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫിലോസഫിയിൽ തന്നെ നമ്മൾ 2 തരം ധാരകൾ സാധാരണ പറയാറുണ്ട്. അത് തന്നെ ഒരു കോണ്ടിനെൻ്റൽ ഫിലോസഫിയും അതുപോലെ തന്നെ അനലിറ്റിക്കൽ ഫിലോസഫിയും നമ്മൾ പറയും. അനലിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയും ബ്രിട്ടനും കേന്ദ്രീകരിച്ച് നടന്ന ഒരുപക്ഷെ നോളജ്, അതുപോലെ ഭാഷ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണങ്ങളായിരുന്നു. അവരൊക്കെ വിചാരിച്ചത് ജീവിതം പോലുള്ള കടുപ്പപ്പെട്ട കാര്യങ്ങളൊക്കെ തത്വചിന്തയിൽ നിന്ന് ഒരർത്ഥത്തിൽ അവർ മാറ്റി നിർത്തപ്പെടുകയും കൂടുതലായി കുറെ കൂടി വിശകലനാത്മകമായും ശാസ്ത്രീയമായും ഒക്കെ ഈ ഭാഷയെയും അതുപോലെ തന്നെ അറിവിനെയും ഒക്കെ പഠിക്കാനൊക്കെയുള്ള ശ്രമങ്ങളായിരുന്നുവെങ്കിൽ, ഒരു ഹൈദഗറിലും മെർലിപോണ്ടിയിലും അതേപോലെ ഫുക്കോ, ദറീദ, ദെല്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യത്തിലുള്ള അന്വേഷണങ്ങൾ സത്യത്തിൽ തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും ഹൗ വൺ മൈറ്റ് ലിവ് എന്ന് പറയുന്ന ചോദ്യം, ഒരാൾക്ക് എങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഇവിടെ ഫിലോസഫി ഭിന്നമായ ഒന്നായി മാറുന്നില്ല എന്നുള്ളതാണ്. നീഷയ്ക്ക് ശേഷം തോന്നുന്നു ആ സാധ്യത നോക്കിയത് പിന്നെ സാർത്രയായിരുന്നു. സാർത്ത് പറയുന്നുണ്ട്, വി ആർ ഓൾ അലോൺ വിത്ത് നോ എക്സ്ക്യൂസസ്. നമുക്ക് എന്തും ചെയ്യാം, പക്ഷേ നമ്മളതിൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിയായിരിക്കുക. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സാർത്രൊക്കെ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ഒരു മോഡേൺ ട്രഡീഷണൽ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒന്നായിരുന്നു. ദൈവത്തെ മറ്റൊരർത്ഥത്തിൽ പുനരവതരിപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് അവിടെ നിന്ന് മാറി ഫൂക്കോയിലേക്ക് വരുമ്പോൾ, ഫൂക്കോ പ്രധാനമായി, ഫൂക്കോ ആയാലും അതിനുശേഷം വരുന്ന ദറീദയായാലും 2 രീതിയിലാണ് ഒണ്ടോളജിയെ സമീപിച്ചിരുന്നത്. എന്താണ് ഒണ്ടോളജി എന്ന് ചോദിച്ചാൽ, എന്താണ് ഉള്ളത്, ആ ഉള്ളതിനെയാണ്, ഇവിടെ ഉള്ളതിനെയാണ് ഭവശാസ്ത്രം എന്ന് പറയുന്നത്, ഇവിടെ ഉള്ളതിനെയാണ് അവർ ഓണ്ടോളജി എന്ന് കണക്കാക്കിയത്. ഫൂക്കോ അതിനെ സമീപിച്ചത് ഈ പറയുന്ന ഹിസ്റ്റോറിക്കലി കണ്ടിൻജൻ്റായ ഒന്നായിട്ടാണ് ഉള്ളതിനെ മുഴുവനും സമീപിച്ചിരുന്നത്. ഒണ്ടോളജിയെ സമീപിച്ചത് നമ്മൾ ഈ കാണുന്ന ഉദാഹരണമായ സെക്ഷുവാലിറ്റി ഈസ് എ ഹിസ്റ്റോറിക്കലി കണ്ടിൻജൻ്റ് വൺ, അല്ലാതെ അതൊരു നെസസിറ്റി ആയിട്ടൊന്നുമല്ല കാണുന്നത്. ഉദാഹരണമായി പിന്നെ ഫൂക്കോ പറയുന്ന
ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അതിനെ ഒരു അബറേഷനായി, ഒരു അബ്നോർമാലിറ്റി ആയി കാണുന്നത്, ഒപ്പം തന്നെ ഹെട്രോസെക്ഷുവാലിറ്റിയെ ഒരു നോമായി കാണുന്നതും ഹിസ്റ്റോറിക്കലി കണ്ടിൻജൻ്റായ ഒന്നായിട്ടായിരിക്കും ഫൂക്കോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് അത്രയ്ക്ക് നിർബന്ധമൊന്നും ആയിരുന്നില്ല. അത് ഒരുപക്ഷെ ലിബറൽ ഡെമോക്രസിയുടെയും അതുപോലെ ക്യാപിറ്റലിസത്തിൻ്റെയും അതുപോലെ സൈക്കോളജി അടക്കമുള്ള വ്യവഹാരങ്ങളുടെയും ഒക്കെ ഒരു സൃഷ്ടിയായിട്ടായിരിക്കും അതിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതിനെ ഒരു അബ്നോർമാലിറ്റി ആയിട്ട് മനസ്സിലാക്കുന്നത് തന്നെ തീർത്തും തന്ത്രപരമായ ഒന്നായിട്ടായിരിക്കും ഫൂക്കോ കാണുന്നത്. അപ്പോൾ അതേസമയം തന്നെ അങ്ങനെ ആവുമ്പോൾ എന്താണ് ഉള്ളത്, എന്താണ് ഒണ്ടോളജിക്കലായിട്ടുള്ളത് എന്നുള്ളത് ഒരു കെണിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരർത്ഥത്തിൽ നമുക്ക് മറികടക്കേണ്ടതുണ്ട്. അത് മറികടക്കാൻ വേണ്ടി പറ്റും. ലിവിങ് അതർവൈസ് എന്ന് പറയുന്നത് പോസിബിൾ ആണ് എന്ന രീതിയിലുള്ള ഒരു ഒപ്റ്റിമിസം നമുക്ക് ഫൂക്കോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റൊരു തരം ജീവിതത്തിനെ കുറിച്ചുള്ള സാധ്യതകളാണ് ഫൂക്കോ ഇവിടെ അന്വേഷിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന ഇവിടെ ഉള്ളതെന്താണ്, അത് ഹിസ്റ്റോറിക്കലി കണ്ടിൻജൻ്റായ ഒന്നായി മനസ്സിലാക്കുന്നു. ഇനി നേരെ തിരിച്ച് നമ്മൾ ദറീദയിലേക്ക് ഒക്കെ വരുമ്പോൾ കാണുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ദറീദ പറയുന്നത് നമ്മുടെ ഫിലോസഫിയുടെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായി ചിന്തിക്കുക ഈ ഭാഷയിലൂടെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് തീർത്തും ഫ്ലൂയിഡായ ഒന്നാണ്. നമ്മൾ ഒരുപക്ഷെ പ്രസൻസിന് അല്ലെങ്കിൽ അതേപോലെ തന്നെ മസ്കുലിനിറ്റി, അതുപോലെ ഭാഷ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം അത് ഇങ്ങനെ നമ്മൾ ഫിലോസഫിയുടേതൊക്കെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ ഫ്ലൂയിഡായ ഒന്നാണ്. നമ്മൾ കാണുന്നത് പോലെ അത്തരത്തിലുള്ളൊരു ഫിക്സിറ്റി ഇല്ല. അതിൻ്റെ അടിത്തറ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്നതിൻ്റെ മുഴുവൻ ഈ ഭാഷാപരമായ കാര്യങ്ങളുടെ മുഴുവൻ അധിഷ്ഠാനത്തെ തന്നെ ഒരുപക്ഷെ ദറീദ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ ദറീദയായാലും ഫൂക്കോ ആയാലും ഞാൻ കരുതുന്നത് ഇവർ രണ്ടുപേരും ഈ ഒണ്ടോളജിയുടെ ഒരു പരിമിതികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ, അതുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നതെങ്കിൽ, മറ്റൊരു ഫിലോസഫർ ഡെല്യൂസ് എന്ന് പറയുന്നത് ഒണ്ടോളജിയിൽ അഭിരമിക്കുകയും അതിനെ കൂടുതൽ വിശകലന വിധേയമാക്കുകയുമാണ് ചെയ്യുന്നത്. ഡെല്യൂസിൻ്റെ ഒണ്ടോളജി എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ ഒരു ഡിഫറൻസിൽ ഊന്നിയുള്ളതാണ്, ഐഡൻറ്റിറ്റിയിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത് കൺഫേമിംഗ് അല്ല. ഇവിടെയാണ് ഡെല്യൂസിയൻ ഓണ്ടോളജി എന്ന് പറയുന്നതിനെയും ഹൗ വൺ മൈറ്റ് ലിവ് എന്ന് പറയുന്നതിനെയും നമുക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. എന്താണ് നമ്മൾ ഈ കാണുന്നതിൻ്റെ മുഴുവൻ അകത്ത് ഉള്ളത് ഡിഫറൻസ് ആണ് എന്നും വ്യത്യാസമാണ് എന്നും അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്നതുമാണ് ഡെല്യൂസിയൻ ഓണ്ടോളജിയുടെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡെല്യൂസ് എന്ന് പറയുന്നത് ഫിലോസഫി എന്താണ് ചെയ്യുന്നത്? ഫിലോസഫി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് ഇൻവെൻറ്റിങ്, ഫോമിങ് ആൻഡ് ഫാബ്രിക്കേറ്റിംഗ് കൺസെപ്റ്റ്സ്. ഫിലോസഫി എന്ന് പറയുന്നത് കൺസെപ്റ്റ്സിലൂടെയാണ്. നമ്മൾ ചിത്രത്തിലൊക്കെ നമ്മൾ വരകളിലൂടെയാണെങ്കിൽ, ചായങ്ങളിലൂടെയാണെങ്കിൽ, സംഗീതം നമ്മൾ സ്വരങ്ങളിലൂടെയാണെങ്കിൽ, ഫിലോസഫി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് പ്രധാനമായി കൺസെപ്റ്റ്സിൽ കൂടിയാണ് എന്നാണ് ഡെല്യൂസ് പറയുന്നത്. ഈ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് സാധ്യമാക്കുന്നത് തോട്ട്സാണ്, അതായത് നമ്മുടെ ചിന്തയാണ്. അത് നോളജിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പറയുന്ന പാശ്ചാത്യ ചിന്തയിൽ
ഈ അനലിറ്റിക്കൽ ഫിലോസഫിയൊക്കെ കൂടുതലായി പ്രധാനമായി ഈ നോളജിൽ, അറിവിൽ അഭിരമിക്കുന്നതാണ്. ഈ അറിവിൻ്റെ കണ്ടെത്തലാണ്. ആ ഒരർത്ഥത്തിൽ തന്നെ അത് കൂടുതൽ എൻസൈക്ലോപീഡിക്കാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, ഈ അറിവിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മറ്റൊരർത്ഥത്തിൽ തോട്ട് എന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത് ഇൻവെൻറ്റിംഗ് ആണ്. അതൊരു ഡിസ്കവറിയും ക്രിയേറ്റിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഇവിടെയാണ് ദെലൂസിയൻ ഓണ്ടോളജി ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ക്രിയേറ്റിംഗ് ആയി മാറുന്നത്. അത് കൺഫേമിംഗ് അല്ല, അത് ഐഡൻറ്റിറ്റി എന്നതിൻ്റെ അപ്പുറം കൂടുതലായി അത് ഒരു ക്രിയേറ്റിംഗ് ആണ്. ടോഡ്മേ മനോഹരമായി പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ടോഡ്മേ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഡോക്ടർ എങ്ങനെയാണ് സ്വന്തം കണ്ണുകൊണ്ട് കാണാത്തത് പാൽപ്പേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്, ഒരു ലീജിയൻ അല്ലെങ്കിൽ ഒരു റീജിയൻ എങ്ങനെയാണ് പാൽപ്പേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്, അത് ഒരു തരം തൊട്ടറിവാണ്, അത് കൺഫേമിംഗ് അല്ല. കൺസെപ്റ്റ്സും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് ഈ ഡിഫറൻസിനെ തങ്ങളുടെ ഒരു സങ്കല്പനങ്ങളാകുന്ന സ്പർശിനികളെ കൊണ്ട് ഈ ഡിഫറൻസിനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ദെലൂസിയൻ ഓണ്ടോളജി എന്ന് പറയുന്നത് ഓണ്ടോളജിയുടെ ഒരു ലിമിറ്റിലേക്ക് എത്തുകയാണ്. ഒരേ സമയം തന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ, ആദ്യം നമ്മുടെ ആൻഷ്യൻ ഫിലോസഫേഴ്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക എങ്ങനെ നമുക്ക് ജീവിക്കാം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ പ്രിസ്ക്രിപ്ഷൻസ് ആണെങ്കിൽ, അതിനുശേഷം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് മോഡേൺ ഫിലോസഫേഴ്സ് പറഞ്ഞതെങ്കിൽ, നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാം എന്നതിനുള്ള വ്യത്യസ്തമായ അന്വേഷണങ്ങളിലേക്ക്, അതായത് ലിവിങ് അതർവൈസ് എന്നതിലേക്കാണ് പ്രധാനമായി ഈ പറയുന്ന ദെലൂസിയൻ ചിന്ത നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് ഒരിക്കലും അറിവല്ല, അത് അറിവും ചിന്തയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നോളജ് ആൻഡ് തോട്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ഡിസ്കവറി അല്ല ഉള്ളത്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയിലല്ല ഉള്ളത്, പകരമായി ക്രിയേഷനാണ്. ഒരുപക്ഷെ വൈറ്റ്ഹെഡിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരു ന്യൂനെസ്സിന് വേണ്ടിയുള്ള ഒരു നിലയ്ക്കാത്ത ഒരു ആഗ്രഹവും ശ്രമവും ഒക്കെയാണ് ഈ ഫിലോസഫിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക.